ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തെർമോഡൈനാമിക്സിൻ്റെ ബേസിക്സ് ആണ് പഠിച്ചത്. സിസ്റ്റത്തിനെ പറ്റിയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റംസ്, പിന്നെ ബൗണ്ടറീസ്, ഇതിനെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഇതും സിലബസിലുള്ള പോർഷൻസ് അല്ല, പക്ഷേ തെർമോഡൈനാമിക്സിൻ്റെ ബേസ് എന്ന സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, സിലബസ് ഇല്ലാത്തത് തന്നെ. അത് പഠിച്ചാലേ ഈ 4th മോഡ്യൂൾ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലും അടുത്ത വീഡിയോയിലുമെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന കാര്യമാണ്. ഈ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു പർട്ടിക്കുലർ സമയത്ത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ആ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, ആ സിസ്റ്റത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നതിനെയാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് ഒരു പർട്ടിക്കുലർ സമയത്ത്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ, ആ ഇൻസ്റ്റൻറ്റിലുള്ള ആ സിസ്റ്റത്തിൻ്റെ അവസ്ഥയാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്ന സംഭവത്തിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ടേംസ് ഉപയോഗിച്ചാണ്. അതിനെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് എന്നാണ് പറയുന്നത്. ഈ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് കുറച്ചുകൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി എന്നീ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാമാണ് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ ഇങ്ങനത്തെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സപ്പോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. ഒരു ക്ലാസ് റൂമും അതിലുള്ള കുറച്ച് സ്റ്റുഡൻസും, പിന്നെ ആ ക്ലാസ് റൂമിൽ ഒരു എയർ കണ്ടീഷനും കൂടെ വച്ചിട്ടുണ്ട്. അപ്പം അതിനെ നമുക്കൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. ആ എയർ കണ്ടീഷണറും സ്റ്റുഡൻസും സഹിതമുള്ള ആ ക്ലാസ് റൂമിൻ്റെ ഇൻസൈഡ് ആയിട്ടുള്ള പോർഷനെ നമുക്കൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം രാവിലെ 9 മണിക്ക് നമ്മൾ ഒരു ആൾ വന്ന് AC ഒന്ന് ഓൺ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത്, അതായത് സ്റ്റാർട്ടിങ് സമയത്തുള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഫാക്ടേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ആ സമയത്തുള്ള ടെമ്പറേച്ചറും ആ സമയത്ത് ആ റൂമിൻ്റെ അകത്തുള്ള ഹ്യൂമിഡിറ്റിയും എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം രാവിലെ 9 മണിക്ക് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സമയത്തുള്ള അവസ്ഥ എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ, സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസും ഹ്യൂമിഡിറ്റി ലെറ്റ്സ് സേ 60 ഡിഗ്രി സെൽഷ്യസും. ഇതെല്ലാം ഇമാജിനറി വാല്യൂസ് ആണ്, അല്ല വേറെ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഉപയോഗിച്ചാണ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതുപോലെ തന്നെ റീഡിങ്സ് എടുക്കുന്നു. ആ റീഡിങ്സ് എടുക്കുന്ന സമയത്ത് AC ഓൺ ചെയ്തിട്ടിരിക്കുന്നത് കാരണം ടെമ്പറേച്ചർ ഒബ്വിയസ്ലി കുറയും. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, അതായത് 11 മണിയായപ്പോഴേക്കും ആ സമയത്തുള്ള സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ 24 ഡിഗ്രി സെൽഷ്യസ് ആയി കാണും. അതുപോലെ ഹ്യൂമിഡിറ്റി മേ ബി 70% ആയി കാണും. അപ്പോൾ ഇതാണ് 2 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേറ്റും പിന്നെയുള്ള ഫൈനൽ സ്റ്റേറ്റും. ഇതെന്ന് പറയുന്ന 2 സമയത്തുള്ള ഒരു സിസ്റ്റത്തിൻ്റെ അവസ്ഥയാണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഫിസിക്കൽ കണ്ടീഷനെയാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ സിസ്റ്റത്തിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ എന്താണ്, അപ്പം അതിനെയാണ് സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഈ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ്. അതിൻ്റെ 2-3 എക്സാമ്പിൾസ് ആണ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഡെൻസിറ്റി എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഉപയോഗിച്ചാണ് അതിൻ്റെ ഓരോ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്തത്, അതിൻ്റെ വാല്യൂസ് ഉപയോഗിച്ച്. അപ്പോൾ ഇങ്ങനെ ഓരോ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് ഒരു സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ എന്താണ്, അവസ്ഥ എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. അത് ഓരോ സമയത്തും ഓരോന്നായിരിക്കും. അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം ഒരു സിസ്റ്റം ചിലപ്പം പ്രഷറും ടെമ്പറേച്ചർ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, മറ്റൊരു സിസ്റ്റം നമ്മൾ പ്രഷറും വോളിയവും ഉപയോഗിച്ചായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഓരോ സമയത്തും വെവ്വേറെ വാല്യൂസ് ആയിരിക്കും. അപ്പോൾ അതെല്ലാമാണ് ഓരോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഈ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഓരോ സിസ്റ്റത്തിൻ്റെയും സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയാണ് യൂസ് ചെയ്തത്. ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും ആ 2 റീഡിങ്സ് ഉപയോഗിച്ചാണ് ആ സിസ്റ്റത്തിൻ്റെ 2 സ്റ്റേറ്റും ഞാൻ ഡിഫൈൻ ചെയ്തത്. രാവിലെ 9 മണിക്കുള്ള സ്റ്റേറ്റും രാവിലെ 11 മണിക്കുള്ള ഒരു സ്റ്റേറ്റും. അങ്ങനെ 2 സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്ത് ഈ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഉപയോഗിച്ചാണ്. അങ്ങനെ ഓരോ സിസ്റ്റത്തിനെ നമ്മൾ 2, 3, 4 തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചായിരിക്കും നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ചിലപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും ഉപയോഗിച്ചായിരിക്കും സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ പ്രഷറും വോളിയം ഉപയോഗിച്ചായിരിക്കും സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ പറയുന്നത്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും കുറച്ച് തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചായിരിക്കും ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഡിഫൈൻ ചെയ്യുന്ന തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത്. എന്തൊക്കെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്,
ആ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെയാണ് ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇവിടെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഡെൻസിറ്റി എക്സെട്ര വിച്ച് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഓർ ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ആർ കാൾഡ് പ്രോപ്പർട്ടീസ്. എന്തൊക്കെ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്ന ആ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സിനെയാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം, പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം, ഇത് രണ്ടും മനസ്സിലാക്കി വെച്ചിരിക്കുക. നമ്മൾ ഈ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പോയിന്റ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനാണെങ്കിൽ 2 വാല്യൂസ് വേണ്ടി വരും. അങ്ങനെ 2 റീഡിങ്സ് വേണ്ടി വരും. ആ 2 റീഡിങ്സ് അല്ലെങ്കിൽ 2 വാല്യൂസ് ഉപയോഗിച്ച് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ആയിട്ടായിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, അടുത്തത് പാത്ത് എന്ന് പറയുന്ന സംഭവം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ, രാവിലെ 9 മണിക്ക് സിസ്റ്റത്തിൻ്റെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറി മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറി. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നുവെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റിൽ ടെമ്പറേച്ചർ 24 ഡിഗ്രി ആയി. അതേസമയം ഹ്യൂമിഡിറ്റി വന്നത് 60% നിന്നും 70%-ലോട്ടായി. അപ്പോൾ ഇതാണ് 2 സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ രാവിലെ 9 മണിക്ക് ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നത് രാവിലെ 11 മണിയായപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 24 ആയി. ഈ 24 ആയതെന്ന് വെച്ചാൽ 30യിൽ നിന്ന് ജമ്പ് ചെയ്ത് 24 ആവുകയല്ല ചെയ്തത്. 30യിൽ നിന്ന് ഗ്രാജുവലി ആണ് 24-ലോട്ടായത്. ആദ്യം അതായത് 30യിൽ നിന്ന് അത് 29 ആവും, അത് കഴിഞ്ഞ് 28 ആവും, 27 ആവും. അങ്ങനെയാണ് ലാസ്റ്റ് 11 മണി ആയപ്പോഴേക്കും 24 എന്ന് പറയുന്ന വാല്യൂവിലോട്ട് എത്തിച്ചേർന്നത്. അല്ലാതെ 30 എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് ജമ്പ് ചെയ്ത് 24 ആയതല്ല. മേ ബി ഇപ്പോൾ ഇത് 9 മണിക്ക് എടുത്ത വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ആദ്യത്തെ സ്റ്റേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്. മേ ബി 9:15 ആയ സമയത്ത്, രാവിലെ 9:15 ആയ സമയത്ത് മേ ബി ടെമ്പറേച്ചർ 30 നിന്ന് 29 ആയി കാണും. ഹ്യൂമിഡിറ്റി അതുപോലെ 60 നിന്ന് മേ ബി 61 ആയി കാണും. 9:30 ആയപ്പോൾ ടെമ്പറേച്ചർ 29 നിന്ന് ചിലപ്പോൾ 28 ആയി കാണും. ഹ്യൂമിഡിറ്റി മേ ബി 61 നിന്ന് 62 ആയി കാണും. പക്ഷേ ആ സ്റ്റേറ്റിലൊന്നും നമ്മൾ മെഷർ ചെയ്തിട്ടില്ല. 9:15-നും 9:30-ക്കും ഒന്നും നമ്മൾ വന്ന് അത് മെഷർ ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മൾ 9 മണിക്ക് റീഡിങ്സ് നോക്കിയതിന് ശേഷം പിന്നെ 11 മണിക്ക് വന്ന് അടുത്ത ഫൈനൽ സ്റ്റേറ്റ് എത്രയാണെന്ന് നോക്കിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിലും സത്യം പറഞ്ഞാൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നായിരിക്കും. പക്ഷേ അതൊന്നും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തില്ല. എന്നാലും ആ സ്റ്റേറ്റിലൂടെ വന്നാണ് ഈ ഫൈനൽ സ്റ്റേറ്റിലോട്ട് എത്തിച്ചേർന്നത്. അതായത് ഗ്രാജുവലായിട്ട് ഓരോ റീഡിങ്സും ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ടെമ്പറേച്ചർ ഗ്രാജുവലായിട്ട് കുറഞ്ഞ് അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി അതിനോടൊപ്പം കൂടിയാണ് 11 മണിയായപ്പോൾ 24 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും 70% ഹ്യൂമിഡിറ്റിയിലും എത്തിച്ചേർന്നത്. അങ്ങനെ ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്യുന്ന ആ വാല്യൂസ്, ആ ഓരോ ഇമാജിനറി ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇങ്ങനെ ഒരു കർവായിട്ടായിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഗ്രാഫ് അല്ല ഈ കൊടുത്തിരിക്കുന്നത്, ജസ്റ്റ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറും വോളിയവും കൂടെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറും ഓരോ ടൈമിലും അതിൻ്റെ പ്രഷർ എത്രയാണ്, വോളിയം എത്രയാണ് എന്ന് മെഷർ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസാണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന സ്റ്റേറ്റ്, അതിൻ്റെ പ്രഷർ എത്രയാണോ, വോളിയം എത്രയാണോ, അത് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ പ്രഷർ എത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പ്ലോട്ട് ചെയ്ത പ്രഷർ എത്രയെന്ന് കിട്ടും, ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് താഴോട്ട് പ്ലോട്ട് ചെയ്ത വോളിയം എത്രയാണെന്ന് കിട്ടും. അത് ഇനിഷ്യൽ സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഒരു ഫൈനൽ സ്റ്റേറ്റിനെ 2 എന്ന് പറഞ്ഞൊരു വാല്യൂ ഒരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രഷർ വോളിയം എന്ന് പറഞ്ഞാൽ ഹൈ ആണ്. കാരണം ഈ പോയിന്റിനെ നമുക്ക് മനസ്സിലാവും. ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഈ 2 എന്ന് പറയുന്ന ആ സ്റ്റേറ്റിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രഷറും അതിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അപ്പോൾ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റായി 2 എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് എത്തിയപ്പം പ്രഷറും വോളിയവും ചേഞ്ച് ആയി. അങ്ങനെ സിസ്റ്റമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ചേഞ്ച് ആയതെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ജമ്പ് ചെയ്ത് 1ൽ നിന്ന് 2ലോട്ട് ആവുകയല്ല ചെയ്തത്. ഗ്രാജുവലായിട്ട് അതിൻ്റെ പ്രഷറും വോളിയവും ചേഞ്ച് ചെയ്താണ് ഇപ്പോഴത്തെ സ്റ്റേറ്റിലോട്ട് രണ്ടാമത്തെ സ്റ്റേറ്റിലോട്ട് എത്തിയത്. അതിൻ്റെ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ മേ ബി ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പാത്ത് ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പാത്ത് ചിലപ്പം കിട്ടിയെന്നിരിക്കും. കറക്റ്റായിട്ട് ഏതെങ്കിലും റീഡിങ്സ് എടുത്ത് നമ്മളത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ പർട്ടിക്കുലർ സമയം കഴിയും തോറും ഇതിൻ്റെ പ്രഷറും വോളിയവും എത്രയാണെന്ന് മെഷർ ചെയ്ത് അത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഇങ്ങനൊരു കർവായിട്ടായിരിക്കും കിട്ടുന്നത്. ആ കർവിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. ഇഫ് എ തെർമോഡൈനാമിക് സിസ്റ്റം പാസസ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേറ്റ്സ് ഇറ്റ് ഈസ് സെഡ് ടു ഡിസ്ക്രൈബ് എ പാത്ത്. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലോട്ട്, അടുത്ത സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പോയിന്റ്സ്, ആ ഒരു വാല്യൂസ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കർവ് കിട്ടും. അതിനെയാണ് പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 2 പാത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു പാത്തിലൂടെ ആയിരിക്കാം ആദ്യത്തെ സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റിലോട്ട് ആ സിസ്റ്റം ചേഞ്ച് ആയത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ആയ ആ ഒരു കർവിനെയാണ് പാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ലോജിക് മാത്രം കൺസെപ്റ്റ് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കൂടുതൽ ഡെപ്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് പാത്ത് എന്ന് പറയുന്നത്. ഇനി പ്രോസസ്സ് എന്ന സംഭവം. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ആയി എങ്കിൽ
ഒരു പ്രോസസ്സ് അവിടെ നടന്നു എന്ന് നമ്മൾ പറയും. ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് ചേഞ്ച് ആയി എങ്കിൽ ഒരു പ്രോസസ്സ് അവിടെ നടന്നു എന്ന് നമ്മൾ പറയും. അതായത് വെൻ എ തെർമോഡൈനാമിക് സിസ്റ്റം ചേഞ്ചസ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് അണ്ടർഗോൺ എ പ്രോസസ്. ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ട് ഒരു സിസ്റ്റം ചേഞ്ച് ആയി എങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് സംഭവിച്ചു എന്ന് നമ്മൾ പറയും. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇത് ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറും വോളിയവും അത് ഉപയോഗിച്ചാണ് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റേറ്റിൽ പ്രഷർ വളരെ ഹൈ ആയിരിക്കും, കമ്പാരിറ്റീവ്ലി പ്രഷർ കൂടുതലായിരിക്കും, അതേസമയം വോളിയം കുറവായിരിക്കും. ഈ ഗ്രാഫിൽ നിന്ന് പ്ലോട്ട് ചെയ്യാൻ വാല്യൂസ് പ്ലോട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇവിടെ പ്രഷറിൻ്റെ വാല്യൂ കൂടുതലാണ്, അതേസമയം വോളിയം കുറവാണ്. അതേസമയം ആ സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലോട്ട് ചേഞ്ച് ചെയ്തപ്പോഴേക്കും വോളിയം എന്നുള്ളത് കൂടി. വോളിയം എന്നത് ഇപ്പോൾ ഇത്രയും ആയതുകൊണ്ട് വോളിയം കൂടി, അതേസമയം പ്രഷർ കുറയുകയും ചെയ്തു. അപ്പോൾ വൈ ആക്സിസിൽ കുറച്ച് താഴോട്ട് വന്നു, അതേസമയം എക്സ് ആക്സിൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി. അപ്പം നമുക്ക് മനസ്സിലാവും വോളിയം കൂടിയിട്ടുണ്ട് പക്ഷേ പ്രഷർ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്. അപ്പം ആദ്യത്തെ സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേറ്റിലോട്ട് ആ സിസ്റ്റം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം അത് പോകുന്ന ആ പാത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു പ്രോസസ്സ് അവിടെ നടന്നു എന്ന് നമ്മൾ പറയും. അതായത് ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് അത് ചേഞ്ച് ആയി എങ്കിൽ അവിടെ ഒരു പ്രോസസ്സ് സംഭവിച്ചു എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി സൈക്കിൾ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ കൺസെപ്റ്റ്, തെർമോഡൈനാമിക് സൈക്കിൾ. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് അത് മാറി അതിനെ പ്രോസസ്സ് എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് അങ്ങനെ നടക്കുന്നു. അതായത് സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് മാറി, ആ രണ്ടാമത്തെ സ്റ്റേറ്റിൽ നിന്ന് മൂന്നാമതൊരു സ്റ്റേറ്റിലോട്ട് മാറി, ആ മൂന്നാമത്തെ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു നാലാമതൊരു സ്റ്റേറ്റിലോട്ട് മാറി, അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലോട്ട് മാറുന്നു. അതായത് ഓരോ തവണയും ഓരോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറി 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 അവസാനം ഏറ്റവും ഇനിഷ്യൽ സ്റ്റേറ്റ് എന്താണോ അതിൽ എത്തിച്ചേരുകയാണെങ്കിൽ, എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സ്റ്റേറ്റിൽ തന്നെ അവസാനം എത്തിച്ചേരുന്നുവെങ്കിൽ അവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി, ഒരു തെർമോഡൈനാമിക് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയും. ഇവിടെ when a thermodynamic system changes from one state to another it is said to have undergone a process, and at the last process if the system returns to its original state, എവിടെ നിന്നാണോ തുടങ്ങിയത് ആ സ്റ്റേറ്റിലോട്ട് അത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് അത് തിരിച്ചെത്തുകയാണെങ്കിൽ അതിനെ അവിടെ നമ്മൾ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുക, ഇവിടെ 4 സ്റ്റേറ്റ് ഇവിടെ ഈ ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫ് എന്ന് പറയുന്നത് കാർനോട്ട് സൈക്കിളിൻ്റെ PV ഡയഗ്രാമാണ്. നിങ്ങൾ പഠിച്ചു കാണും, നമുക്ക് ഈ സിലബസിൽ പഠിക്കാനുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനി പഠിക്കും കാർനോട്ട് സൈക്കിൾ. ഈ കാർനോട്ട് സൈക്കിൾ യൂസ് ചെയ്യുന്ന എഞ്ചിനെയാണ് കാർനോട്ട് എഞ്ചിൻ എന്ന് പറയുന്നത്. അതിൻ്റെ PV ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 4 സ്റ്റേറ്റിന് A എന്നും B എന്നും C എന്നും D എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സിസ്റ്റം, ഈ പർട്ടിക്കുലർ സിസ്റ്റം 4 സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന A എന്ന് പറയുന്ന പോയിന്റിലാണ്. ആ സമയത്ത് പ്രഷർ വളരെ കൂടുതലാണ്, പക്ഷേ വോളിയം എന്നത് വളരെ കുറവാണ്. ഈ പോയിന്റ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴേക്കും മനസ്സിലാവും ഈ A എന്ന് പറയുന്ന സ്റ്റേറ്റ് പ്രഷർ വളരെ കൂടുതലാണ്, എന്നാൽ വോളിയം വളരെ കുറവാണ്. അതിൽ നിന്നും B എന്ന് പറയുന്ന സ്റ്റേറ്റിലോട്ട് മാറുന്നു. ആ സ്റ്റേറ്റിൽ പ്രഷർ കുറയുന്നു, അതേസമയം വോളിയം പക്ഷേ കൂടുന്നു. അവിടെ നിന്ന് മൂന്നാമത്തെ ഒരു സ്റ്റേറ്റിലോട്ട് മാറുന്നു. ആ സമയത്ത് പ്രഷർ കുറയുന്നു, അതേസമയം തന്നെ വോളിയം കൂടുന്നു. അപ്പോൾ ഈ സമയത്ത് എല്ലാം ഓരോ പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലോട്ട് മാറുന്നതനുസരിച്ച് ഓരോ പ്രോസസ്സ് അവിടെ നടന്നു എന്നാണ് പറയുന്നത്. ഈ എയിൽ നിന്നും ബിയിലോട്ട് മാറിയ പ്രോസസ്സിനെ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. ബിയിൽ നിന്ന് സിയിലോട്ട് മാറുന്ന ആ പ്രോസസ്സിനെ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയാം. ഇതെല്ലാം നമ്മൾ പഠിക്കും. സിയിൽ നിന്ന് ഡിയിലോട്ട് മാറുന്നതിനെ ഐസോതെർമൽ കംപ്രഷൻ, അതും ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലോട്ട് മാറുന്നതനുസരിച്ച് ഓരോ പ്രോസസ്സ് നടന്നു എന്ന് നമ്മൾ പറയും. എന്നിട്ട് അവസാനം ഇവിടെ ഇപ്പം ഡിയിൽ എത്തിച്ചേർന്നു. എന്നിട്ട് അവസാനം തിരിച്ച് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റേറ്റിലോട്ട് തന്നെ അത് തിരിച്ചെത്തുന്നുണ്ട്. ഡിയിൽ നിന്ന് ഒരു പ്രോസസ്സ് നടത്തി A എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലോട്ട് തന്നെ എത്തിച്ചേരുന്നുണ്ട്. എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ കംപ്ലീറ്റ് ആയി തീരുന്ന രീതിയിൽ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു തെർമോഡൈനാമിക് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുന്നു. എവിടെ നിന്നാണോ ഒരു സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരുപാട് സ്റ്റേറ്റുകളിലോട്ട് ചേഞ്ച് ആയി ആ സിസ്റ്റം, എന്നിട്ട് അവസാനം ഇനിഷ്യൽ സ്റ്റേറ്റിലോട്ട് തന്നെ എത്തിച്ചേരുന്നുവെങ്കിൽ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് നമ്മൾ അതിനെ പറയും. ഇത് മനസ്സിലാകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ അതൊരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ഈ ഫിഗർ കാണുന്ന പോലെ ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും ആ ഗ്രാഫ് എന്ന് പറയുന്നത്. സിസ്റ്റത്തിൻ്റെ ആ സ്റ്റേറ്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ക്ലോസ്ഡ് കർവ് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു തെർമോഡൈനാമിക് സൈക്കിൾ എന്നാണെന്ന്. ഇവിടെ ഇപ്പം ഡിയിൽ നിന്ന് മറ്റൊരു E എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു പ്രോസസ്സിൽ വന്നിട്ട് അവിടെ വെച്ച് അങ്ങ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ തെർമോഡൈനാമിക് സൈക്കിൾ എന്ന് പറയാനൊക്കത്തില്ല. കാരണം തെർമോഡൈനാമിക് സൈക്കിൾ ആവണമെങ്കിൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് ആ സ്റ്റേറ്റിലോട്ട് അവസാനം എത്തിച്ചേരണം. അപ്പം ഇവിടെ A എന്നാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ അവസാനം Aയിൽ എത്തിച്ചേർന്നാൽ മാത്രമേ അവിടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് പ്രോസസ്സിലൂടെ കടന്നുപോയി അവസാനം എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ അത് എത്തിച്ചേരുന്നുവെങ്കിൽ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ കംപ്ലീറ്റ് ആയി എന്ന് നമ്മൾ പറയും.
അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ബേസ് തെർമോഡൈനാമിക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. തെർമോഡൈനാമിക്സിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ആൻഡ് വർക്ക്, അതിന് റിലേറ്റ് ചെയ്യുന്ന സയൻസിനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് എന്താണ്, വർക്ക് എന്താണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ അതിൽ ഹീറ്റ് എന്താണെന്ന് നമുക്കിപ്പം പഠിക്കാം. ഈ വീഡിയോയിൽ തന്നെ ഹീറ്റ് എന്താണെന്ന് പഠിക്കാം. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ, ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തെന്ന് പറയുന്നത് സറൗണ്ടിങ്സിലേക്ക്, ഒരു സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കോ ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എനർജി ട്രാൻസ്ഫർ ഉണ്ടാവുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലമാണ്. ഇങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫർ, അത് സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കാവാം അല്ലെങ്കിൽ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കാവാം. അങ്ങനെ ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ദ എനർജി ട്രാൻസ്ഫർ അക്രോസ് ദി ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ഓൺ അക്കൗണ്ട് ഓഫ് ദി ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം സിസ്റ്റത്തിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്ത് നിന്ന് അകത്തേക്കോ ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫറിനെയാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അത് ടെമ്പറേച്ചർ ഡിഫറൻസ് മൂലം ഉണ്ടാവുന്ന എനർജി ട്രാൻസ്ഫർ, അതിനാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഈ ഹീറ്റിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ Q ഉപയോഗിച്ചാണ് സാധാരണ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇക്വേഷനൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ Q ഉപയോഗിച്ചാണ് നമ്മൾ ഹീറ്റ് എന്ന് പറയുന്ന അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ മാത്രമാണ്. എ ഹീറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഓൺലി വെൻ ഇറ്റ് ക്രോസസ് ദി ബൗണ്ടറി ഓഫ് എ സിസ്റ്റം ആൻഡ് ഹെൻസ് ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിസ്റ്റ്. ഒരു ഹീറ്റ് എന്ന് പറയുന്നത് അത് ആ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ, അത് മേ ബി സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കാം ഹീറ്റ് പോകുന്നത്, അല്ലെങ്കിൽ പുറത്ത് സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്കായിരിക്കാം ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ക്രോസ് ചെയ്യുന്ന ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഹീറ്റ് എന്ന് പറയുന്ന എലമെൻറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിസ്റ്റ് എന്നാണ് പറയുന്നത് ഹീറ്റ്. ഈ ഹീറ്റ് എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഹീറ്റ് ഒരു സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അതപ്പം തന്നെ ആ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അങ്ങ് കൺവേർട്ട് ആവും. അതായത് ഹീറ്റ് ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഹീറ്റായിട്ടല്ല സ്റ്റോർ ചെയ്യുന്നത്, ഹീറ്റ് ഒരു സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് എൻ്റർ ആയി കഴിഞ്ഞാൽ അതപ്പം തന്നെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അങ്ങ് കൺവേർട്ട് ആവും. അങ്ങനെയാണ് ഹീറ്റ്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഹീറ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയത്തില്ല. ഹീറ്റ് എപ്പോഴാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത്. ബൗണ്ടറി ക്രോസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുകയുള്ളൂ, അതിനെ മെഷർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഫോം ഓഫ് എനർജി ഇൻ ട്രാൻസിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഹീറ്റ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിസ്റ്റം സറൗണ്ടിങ്സിൽ നിന്ന് ഹീറ്റ് എനർജി സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യും. അതേസമയം സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്ക് പുറത്തേക്ക് ഹീറ്റ് പോവുകയാണെങ്കിൽ അതിനെ നെഗറ്റീവായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ നോക്കാം. ഇതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് ഹീറ്റ് എനർജി എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതേസമയം സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് എനർജി പോവുകയാണെങ്കിൽ അതിനെ നെഗറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ, ഇത് നെഗറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ. സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ നെഗറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയും. പുറത്ത് സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നും പറയും. ഈ ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. നിങ്ങൾ പഠിച്ചു കാണും, ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ജൂൾ അല്ലെങ്കിൽ കിലോ ജൂൾസിലായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സ്പെസിഫിക് ഹീറ്റിനെ പറ്റി പഠിക്കും, ഇൻറ്റേർണൽ എനർജിയെ പറ്റി പഠിക്കും, അതുപോലെ തന്നെ വർക്കിനെ പറ്റിയെല്ലാം പഠിക്കും. അപ്പം അതും കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റി പഠിക്കാനൊക്കത്തുള്ളൂ. അതും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ആക്ച്വലായിട്ടുള്ള സിലബസിലുള്ള പോർഷൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.